ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഷോഡശോധ്യായം, അതിൻ്റെ സംഗ്രഹം. ഇതിൽ മാഗധവന്തികളുടെ ആ പൃഥുസ്തുതിയാണ് പറഞ്ഞിരിക്കുന്നത്. മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരം ആ പറയുന്ന രാജാവിൻ്റെ അമൃതാകുന്ന വാക്കുകൾ സേവിച്ച് സന്തോഷിച്ചിരിക്കുന്ന ആ ഗായകന്മാരെ മുനിമാർ പ്രചോദിപ്പിച്ചു. അപ്പോൾ അവർ പൃഥുവിനെ സ്തുതിക്കുവാൻ തുടങ്ങി. പ്രഭോ, ദേവശ്രേഷ്ഠനായ ശ്രീഹരി സ്വേച്ഛയാ അങ്ങയുടെ രൂപം ധരിച്ച് അവതരിച്ചു. അങ്ങനെയുള്ള അങ്ങയുടെ മഹിമയെ വർണ്ണിക്കുന്നതിന് ഞങ്ങൾ സമർത്ഥരല്ല. വേറിൻ്റെ ശരീരത്തിൽ നിന്നും ജനിച്ച അങ്ങയുടെ പരാക്രമങ്ങളെ അറിയാതെ വാക്കുകളുടെ പതിയായ ആ ബ്രഹ്മാവിൻ്റെ ബുദ്ധിവൃത്തികൾ പോലും പരിഭ്രമിച്ചിരിക്കുന്നു. എങ്കിലും ശ്രീഹരിയുടെ അംശത്തിൽ നിന്നും അവതരിച്ച ആ സർവാർത്ഥസാധകം ആയിരിക്കുന്ന ആ യശസ്സോടുകൂടിയ പൃഥ്വിരാജാവായ അങ്ങയുടെ ആ കഥാമൃതത്തിൽ അത്യാദരവോടുകൂടിയ ഞങ്ങൾ മുനിമാരുടെ ഉപദേശത്താൽ പ്രേരിതരായിട്ട് അതിനെ അനുസരിക്കുന്നു. കീർത്തിക്കാൻ യോഗ്യങ്ങളായ അങ്ങയുടെ കർമ്മങ്ങളെ വർണ്ണിക്കുന്നു. ഇദ്ദേഹം ധർമ്മിഷ്ഠൻ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ധർമ്മത്തിൽ നിന്നും തെറ്റാതെ സഞ്ചരിപ്പിക്കുകയും ചെയ്യും. ധർമ്മമാർഗങ്ങളുടെ രക്ഷിതാവും അതിൽ നിന്നും വ്യതിചലിക്കുന്നവരുടെ ആ ശാസകനുമാണ് ആ പൃഥുമഹാരാജാവ്. അതിനാൽ ധർമ്മിഷ്ഠന്മാരിൽ അദ്ദേഹം ശ്രേഷ്ഠനാണ്. ഇദ്ദേഹം ഏകനായിട്ട് സ്വയം തന്നെ ആ ധർമാനുഷ്ഠാനങ്ങളെ മുടക്കം കൂടാതെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിനാൽ ദേവലോകത്തിനും അതിൽ നിന്നും ഉണ്ടാകുന്ന വൃഷ്ടിയാദികളെ വർദ്ധിപ്പിക്കുന്നതിൽ ഇഹലോകത്തിനും ഹിതത്തെ ഉണ്ടാക്കുന്നു. ദിക്പാലകന്മാരായ ലോകപാലകന്മാരുടെ അംശത്തെ സ്വശരീരത്തിൽ വഹിച്ചിരിക്കുന്നുവെന്ന് കാലാകാലങ്ങളിൽ ചെയ്യുന്ന ആ പ്രവൃത്തികൾ മൂലം ലോകം സ്പഷ്ടമായി അറിയുന്നു. സർവഭൂതങ്ങളിലും സമനായി സ്ഥിതി ചെയ്യുന്ന ഇദ്ദേഹം സൂര്യനെപ്പോലെ സർവരിലും സ്വന്തം പ്രതാപം പ്രകാശിപ്പിക്കും. സൂര്യൻ തൻ്റെ രശ്മികൾ കൊണ്ട് സമുദ്രത്തിൽ ജലം വലിച്ചെടുക്കുന്നത് പോലെ ഇദ്ദേഹം സമൃദ്ധിയുള്ളപ്പോൾ ജനങ്ങളിൽ നിന്നും കരം പിരിച്ചെടുക്കും. മഴക്കാലത്ത് സൂര്യൻ ലോകത്തിന് ജലം വിട്ടുകൊടുക്കുന്നത് പോലെ ഇദ്ദേഹം ക്ഷാമകാലത്ത് പ്രജകൾക്ക് ധനം ദാനം ചെയ്യും. അതിനാൽ സൂര്യൻ്റെ അംശം ഉണ്ട്. ദുഃഖം അനുഭവിക്കുന്ന ഭൂതങ്ങളുടെ നേരെ എപ്പോഴും കരുണയുള്ളവനും ക്ഷമയുടെ കാര്യത്തിൽ ഭൂമിയുടെ സ്വഭാവമുള്ളവനുമായ ഈ വേനപുത്രൻ തൻ്റെ ശിരസിൽ ചവിട്ടുന്നവരുടെ നേരെ പോലും ക്ഷമ കാണിക്കുന്നു. അതിനാൽ ഭൂമിയുടെ അംശമുണ്ടെന്ന് തെളിയുന്നു. ഇന്ദ്രൻ സമയത്ത് വർഷിക്കാതിരുന്നാൽ കഷ്ടത്തിലാകുന്ന ജനങ്ങളെ രാജസ്വരൂപൻ എടുത്ത് അവതരിച്ചിരിക്കുന്ന ആ ശ്രീഹരിയായ ഇദ്ദേഹം സ്വശക്തി കൊണ്ട് വർഷത്തെ ജനിപ്പിച്ച് രക്ഷിക്കും. അതിനാൽ ഇന്ദ്രൻ്റെ അംശവും ഇദ്ദേഹത്തിലുണ്ടെന്ന് തെളിയുന്നു. ശുദ്ധമാകുന്ന ആ മന്ദഹാസമാകുന്ന ചന്ദ്രിക കൊണ്ട് മനോഹരമായതും അനുരാഗം സൂചിപ്പിക്കുന്നതുമായ കടാക്ഷത്തോടു കൂടിയ മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഈ രാജാവ് ലോകത്തെ ആനന്ദിപ്പിക്കുന്നു. അതിനാൽ ചന്ദ്രാംശവും ഇദ്ദേഹത്തിലുണ്ട്. ഏതുവഴി സഞ്ചരിക്കുന്നുവെന്ന് വ്യക്തമല്ലാത്ത മാർഗത്തോടു കൂടിയവനും പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിഗൂഢമായി സൂക്ഷിക്കുന്നവനുമാണ് ഇദ്ദേഹം. ഗംഭീരമായ കാര്യങ്ങൾ പോലും രഹസ്യമായി സൂക്ഷിക്കും. അതിൻ്റെ ഫലം കാണുമ്പോഴേ മറ്റുള്ളവർ അറിയുകയുള്ളൂ. അനന്തമായ ഗുണങ്ങൾക്ക് ഏകസ്ഥാനമായിരിക്കുന്നവനായ ഈ രാജചക്രവർത്തി വരുണനെപ്പോലെ മറയ്ക്കപ്പെട്ട ആത്മാവോടുകൂടിയവനാണ്. അതിനാൽ ഇദ്ദേഹത്തിൽ വരുണാംശവും ഉണ്ട്. വേനനാകുന്ന അരണിയിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ അഗ്നിതുല്യനാണ് പൃഥുമഹാരാജാവ്. അതിനാൽ ഇദ്ദേഹത്തെ തിരസ്കരിക്കാൻ സാധിക്കുകയില്ല. അടുത്തിരിക്കുന്നുവെങ്കിലും ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ ദൂരത്തിരിക്കുന്നതിന് തുല്യമാണ്. ആർക്കും ധിക്കരിക്കാൻ കഴിയാത്തവനുമാണ്. അതിനാൽ അഗ്നി അംശവും ഇദ്ദേഹത്തിലുണ്ട്. സകല പ്രാണികളും പുറം കൊണ്ടും ഉള്ളുകൊണ്ടും ആരംഭിക്കുന്ന എല്ലാ കർമ്മങ്ങളും ചാരന്മാർ മുഖേന കാണുന്ന ഈ രാജാവ് എല്ലാത്തിനും സാക്ഷിയായി ഉദാസീനനായിരിക്കുന്നു. അങ്ങനെയായതിനാൽ ഇദ്ദേഹം അകത്തും പുറത്തും വ്യാപരിക്കുന്ന വായുവിനെ പോലെയാണ്. ധർമ്മമാർഗത്തിൽ ഇരിക്കുന്ന ഇദ്ദേഹം ധർമ്മം തെറ്റാതെ പ്രജകളെ രക്ഷിക്കുന്നു. ശിക്ഷിക്കാൻ അർഹതയില്ലാത്തവനെ സ്വശത്രുപുത്രനായാൽ പോലും ശിക്ഷിക്കുകയില്ല. എന്നാൽ ശിക്ഷിക്കാൻ അർഹനാണെന്ന് കണ്ടാൽ സ്വന്തം പുത്രനെ പോലും ശിക്ഷിക്കും. അതിനാൽ ധർമ്മദേവൻ്റെ അംശവും ഇദ്ദേഹത്തിലുണ്ട്. ഈ പൃഥ്വിമഹാരാജാവിൻ്റെ ആജ്ഞയും സൈന്യവും രഥചക്രവും ഭഗവാൻ സൂര്യൻ തൻ്റെ രശ്മികൾ കൊണ്ട് ഏതുവരെ വ്യാപിപ്പിക്കുന്നുവോ അതുവരെ വ്യാപിക്കും. ഇദ്ദേഹം ലോകത്തെ തന്നിൽ അടങ്ങിയിരിക്കുന്ന ആ ധർമ്മ പരിപാലന പ്രവൃത്തികൾ കൊണ്ട് രഞ്ജിപ്പിക്കും. അതുനിമിത്തം പ്രജകൾ ഇദ്ദേഹത്തെ രാജാവെന്ന് പറയും. രാജശബ്ദം ഇദ്ദേഹത്തിന് ഏറ്റവും യോജിക്കുന്നു. ഈ രാജാവ് ധർമ്മത്തിൽ
ദൃഢനിശ്ചയമുള്ളവനും സത്യത്തെ വിടാത്തവനും ബ്രാഹ്മണഭക്തനും വയസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും ഉയർന്നവരെ യഥോചിതം ബഹുമാനിക്കുന്നവനും സകലഭൂതങ്ങൾക്കും രക്ഷ നൽകുന്നവനും ദീനവത്സലനും ആയിരിക്കും. ഈ മഹാരാജാവ് അന്യസ്ത്രീകളെ സ്വമാതാവിനെ എന്ന പോലെ ഭക്തിയോടെ കാണുന്നു. സ്വഭാര്യയെ ശരീരത്തിൻ്റെ അർദ്ധാംശമായും കാണുന്നു. പ്രജകളോട് പിതാവിനെ പോലെ സ്നേഹമുള്ളവനും വേദജ്ഞന്മാരുടെ കിങ്കരനും ആയിരിക്കും. സകലദേഹികളും അവരവരുടെ ആത്മാവിനെ പോലെ ഈ രാജാവിനെ സ്നേഹിക്കും. സുഹൃജ്ജനങ്ങൾക്ക് ഇദ്ദേഹം സുഖത്തെ വർദ്ധിപ്പിക്കും. സംഘം ഉപേക്ഷിച്ച മുക്തന്മാരോട് പ്രത്യേക സംഘം ഉണ്ടായിരിക്കും. ദുർജനങ്ങൾക്ക് ഇദ്ദേഹം അന്ധകനായിത്തീരും. ഈ രാജാവാകട്ടെ അവിദ്യാവിരചിതവും പരമാർത്ഥമെന്ന പോലെ കാണപ്പെടുന്നതും ആയ ആ നാനാത്വം ഇല്ലാത്തവനും സത്വാദിഗുണങ്ങളുടെ നിയന്താതാവും നിർവികാരനും കൂടസ്ഥനും അന്തര്യാമിയുമായ സാക്ഷാൽ ഭഗവാന്റെ കലയിൽ നിന്നും അവതരിച്ചവനാകുന്നു. നിസ്തുലമായ വീര്യത്തോടു കൂടിയവനും രാജാക്കന്മാരെയും രക്ഷിക്കുന്ന ചക്രവർത്തിയുമായ ഇദ്ദേഹം ഏകനായിട്ട് ഉദയപർവ്വതം മുതലുള്ള ആ ഭൂമണ്ഡലത്തെ ധർമ്മപ്രകാരം രക്ഷിക്കും. അതിനുവേണ്ടി വിചിത്രമായ ആ ജൈത്രം എന്ന രഥത്തിൽ കയറി കയ്യിൽ ചാപബാണങ്ങളും ഏന്തി സൂര്യൻ എന്ന പോലെ വലതുഭാഗത്തു കൂടി ഭൂമിയെ പ്രദക്ഷിണം ചെയ്യും. ഈ ചക്രവർത്തി ലോകരക്ഷാർത്ഥം ഭൂമിയെ ചുറ്റി ആ ജൈത്രയാത്ര നടത്തുമ്പോൾ ഓരോരോ ദിക്കിലും ഉള്ള ആ പാലകന്മാരും സാമന്തരാജാക്കന്മാരും ഇദ്ദേഹത്തിന് കപ്പം സമർപ്പിച്ച് പൂജിക്കും. ഈ മഹാരാജാവിൻ്റെ കീർത്തിയെക്കുറിച്ച് ഗാനം ചെയ്യുന്ന ആ രാജപത്നികൾ ഇദ്ദേഹം ആദിരാജാവായി അവതരിച്ചിരിക്കുന്ന ആ ചക്രായുധൻ ആണെന്ന് വിഷ്ണുവാണെന്ന് അറിയും. ഭൂമിയിൽ വസിക്കുന്ന പ്രജകൾക്ക് വേണ്ടത്ര ഉപജീവനദ്രവ്യങ്ങൾ നൽകി രക്ഷിക്കാൻ വേണ്ടി പശു രൂപത്തെ ധരിച്ചിരിക്കുന്ന ഭൂമിയെ കറക്കും. ഇന്ദ്രൻ വജ്രായുധം കൊണ്ടെന്ന പോലെ ഇദ്ദേഹം തൻ്റെ വില്ലിൻ്റെ അഗ്രത്താൽ പ്രയാസം കൂടാതെ പർവ്വതങ്ങളെ ഇടിച്ചു നിരത്തി ഭൂമിയെ സമനിരപ്പാക്കും. സിംഹം വാലുയർത്തി കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഓടിയൊളിക്കുന്നത് പോലെ ഈ വീരാഗ്രേസരൻ സ്വന്തം വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ ടങ്കാരനാദം കേൾക്കുമ്പോൾ രാജ്യദ്രോഹികൾ ദിക്കുതോറും പാഞ്ഞൊളിക്കും. ഇദ്ദേഹം സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് 100 അശ്വമേധയാഗം നടത്തും. ശതക്രതുവായ ഇന്ദ്രൻ 100ാമത്തെ യാഗം മുടക്കാൻ ഇദ്ദേഹത്തിൻ്റെ കുതിരയെ അപഹരിക്കും. ഇദ്ദേഹം ഇന്ദ്രപദവി തട്ടിയെടുക്കുമോ എന്നായിരിക്കും ഇന്ദ്രൻ്റെ ഭയം. ഇദ്ദേഹം സ്വന്തം രാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ വെച്ച് ജ്ഞാനാദി ഷഡ്ഗുണങ്ങളാൽ പരിപൂർണനായിരിക്കുന്ന സനൽകുമാരനെ സമീപിച്ച് പൂജിച്ചിട്ട് നിർമ്മലമായ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് അറിയും. ഇപ്രകാരം ലോകത്തിൽ എങ്ങും കീർത്തിക്കപ്പെട്ട മഹാപരാക്രമങ്ങളോട് കൂടിയ പൃഥ്വചക്രവർത്തി സഞ്ചരിക്കുന്ന ദിക്കുകളിൽ തന്നെ ആശ്രയിച്ചു കഴിയുന്ന മഹാകവികൾ നിർമ്മിച്ചിരിക്കുന്ന തൻ്റെ പരാക്രമങ്ങളെ അധികരിച്ചുണ്ടാക്കിയ പ്രബന്ധകീർത്തനങ്ങളെ കേൾക്കും. ഈ മഹാരാജാവ് സർവ്വദിക്കുകളിലുമുള്ള സാമന്തരാജാക്കന്മാരെ ജയിച്ചിട്ട് തൻ്റെ സാമ്രാജ്യം ഉറപ്പിക്കും. ലോകത്തിലെ ഉപദ്രവകാരികളായിരിക്കുന്ന ദുർജനങ്ങളെ നിശ്ശേഷം നശിപ്പിക്കും. ദേവന്മാരുടെയും അസുരന്മാരുടെയും പ്രധാനികളാൽ മഹാനുഭാവൻ എന്ന കീർത്തിക്കപ്പെട്ടവനായി ആ ഭൂമിപാലകനായിട്ട് ഭവിക്കും. ഹരേ കൃഷ്ണ.